English Literature Standard 7, SL7, Kids Adventure First Class. You think about after this your portion. PT3 is complete. So you study up to here. So this is the last class for this PT3 period for the up to Christmas. So after Christmas vacation, January 4th we start our last semester final exam portion. So this is the last class, Standard 7, Lesson 7, Kids Adventure Part 2. Think about the last class we are at here. We are here. Then PP is chopping, chop, you use a stick somewhere you can't shoot. If you know, if you and me is always friends and you. Actually, the alien, job the blacksmith, advice tips. If don't you eat food speedily because you don't get sufficiently chewed food in your mouth. If you don't done that time, what happens? There is no sufficient of problem regarding the digestion problem. So you must chew the food in your mouth in sufficient time. Then only after you suck your food through this food pipe and then enter into your large intestine and then subsequently the small intestine, and with the help of the hydrochloric acid generated on the intestine, your food is fragged in the pieces and converted into as glucose and fructose, and with the help of the enzymes, the nutrient part of your food is sucked by your blood, and the remaining part is pulled out through the last function is happen. So, but actually what happens? Here we know that the baby is not taking the food. Actually, his sister, Mrs. Lord is giving the butter with the cheese. What happens? Pippi is putting the bread and cheese with inside the pocket, the trouser pocket, without noticing or getting caught by his uncle and sister. I said that is the things we are discussing on the last class. So shall we move to the next part? Is another part. Poor Pig Pass thinking of the different promise that he had made. And soon as he was beginning to get outside, he got up and dropped downstairs. Bhavane, we call it എങ്ങനെയെങ്കിലും വെളുപ്പാറാകുമ്പോഴത്തേക്ക് ആ കള്ള ചെത്തിച്ചില്ല ചെത്തിലെ കള്ളം വന്ന് കഴിച്ച് പിടിച്ചു കൊടുത്തു. എങ്ങനെയും കള്ളൻ ആവശ്യമുള്ളത് ഭക്ഷണം വേണം, കുടിക്കാൻ വെള്ളം വേണം, പിന്നെ കാലയിലെ കൈവിരല് കാൽവിരൽ കളയാൻ വേണ്ടി കൊല്ലന്റെ ആകെയുള്ള ഉള്ളി ഫൈല് ഇത് കൊണ്ട് കൊടുക്കണം. അതിന് കുറച്ച് ഫുഡ് ശേഖരിച്ച് പോക്കറ്റ് വെച്ചിട്ടുണ്ട്, അതായത് ദിവസത്തെ ഈ ബാക്കി കൊടുക്കും. അപ്പോൾ മുകളിൽ നിന്ന് ടിപ്പ് താഴേക്ക് ഇഴഞ്ഞു വന്നു. എന്നിട്ട് സാധനങ്ങളൊക്കെ പ്രതികരിച്ചു. എന്തൊക്കെയാണ്? ബ്രെഡ് പുറത്ത് തന്നെ എന്നെ കൊടുക്കും. ബ്രെഡുണ്ട്, ചീസ് ഉണ്ട്. അതാണ് ഈ ബ്രെഡെല്ലാം ചീസ് വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്ത് കഴിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വെക്കുമ്പോൾ മെൽറ്റാവും. Then half jar of mince meat എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മീറ്റല്ല, എന്താ പറയുക, പച്ച മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഈ സാധനത്തിൽ പച്ച മലയാളം എന്ന് പറയുന്നത് സൂപ്പ്. നമ്മൾ പറഞ്ഞ ആട്ടിൻ സൂപ്പ്, നമ്മൾ പറഞ്ഞ സൂപ്പ്, അത് ആടിൻ്റെ കാലുകൾ, കയ്യും കാലും ഒക്കെ വെള്ളത്തിലിട്ട് പുഴുങ്ങി അതിനകത്ത് കുറച്ച് സെറീൽസ്, കുറച്ച് ഇലകളും പിന്നെ സ്പൈസസും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനത്തിനാണ് മീൻസ് മീറ്റ്. നമുക്ക് സൂപ്പ് എന്ന് പറയുന്നത് ജ്യൂസാണ്, നല്ല വില കിട്ടുന്ന സാധനമാണ് സൂപ്പ് കേട്ടോ. സൂപ്പ് നിങ്ങൾ പിള്ളേർക്ക് ആവശ്യപ്പെട്ടാൽ വീട്ടിൽ സൂപ്പ് ഉണ്ടാക്കി പഠിക്കണം. ഓക്കെ, സൂപ്പ്. ദെൻ ആര് ജാറ് സൂപ്പ്. Then previous next slice of bread.
അവൻ്റെ ഈ തലേദിവസം തിന്നാൻ കൊടുത്ത ബ്രെഡും ചീസും ബട്ടറും ആണ് അത്. പിന്നെ ഒരു മീൻ ബോൾ, അവിടുത്തെ മീൻ ബോൾസ് ഉണ്ട്, അത് കടിച്ച് തിന്നാവുന്നതാണ് ഇതുപോലെ. പിന്നെ ഒരു പയ്യൻ, വീട്ടിലെല്ലാവരും കൊണ്ടാൻ വേണ്ടി ഒരു പയ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പയ്യ അടിച്ചിട്ടുണ്ട്. കാരണം ഈ പുള്ളിക്ക് ശകല ഭക്ഷണം കൂടെ കൊടുത്ത് ഈ പുള്ളി ഞെട്ടിക്കൊല്ലും. കാരണം പുള്ളി വേഷാന്ന് വലിയിരിക്കുക, ജീവി അടിക്കുക, ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടെ ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ നല്ല വട്ടത്തുള്ള സാധനം ഇല്ലാത്ത പയ്യൻ വന്നത് അത്രയും ഉണ്ടാവും. ഒരു ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു പയ്യ, ഇതാണ് പയ്യൻ ഇതാണ് അത്രയും കുറഞ്ഞത് ഒരു 5 പേരുകൾ ഓരോ പീസ് ഓരോരുത്തർ. ഞാൻ പൈസ കഴിക്കുന്നുണ്ട് ചുണ്ടൊക്കെ അടുത്ത് പോകും. ചില വീട്ടിൽ ചിലർ സാധാരണ കൈ ഉണ്ടാക്കുന്നു. ഞാൻ എനിക്കൊരു പീസ് മതി, അത് കൊടുത്തത്. ചിലരിങ്ങനെ നിർബന്ധിക്കുന്ന അടുത്ത പൈസ എടുക്കാൻ. അയ്യോ, നമുക്ക് ഈ ഒരു പൈ നിന്നത് ഈ പൈ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഒരു കോൺഫ്ലവറിൻ്റെ കൂടെ കുറേയേറെ സെറീൽസ്, പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് നട്ട്സുകൾ, പല വിധത്തിലുള്ള നട്ട്സുകൾ, പിന്നെ വെജിറ്റബിൾ നുറുക്കുകൾ, പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് ആവിയിൽ പുഴുങ്ങി എന്നിട്ട് പിന്നെ ഫ്ലേവറൊക്കെ ചേർത്ത് സാധനം. ഇത് തിന്നാൽ മൊത്തം നട്ട്സും ഇതൊക്കെയാണ്. നമുക്ക് പെട്ടെന്ന് കഴിക്കാറില്ല, വിചാരിക്കുന്നതല്ല. ഇതുപോലത്തെ ഒരു പീസ് എടുക്കുമ്പോഴേ നമുക്ക് അറിയാം. ഞാൻ പലയിടത്തും പലതും ഉണ്ടാക്കുന്നുണ്ട്. പയ്യെ നമ്മൾ വേണ്ട ചില മേടിച്ചുകൊണ്ട് അത് മിക്ക സ്ഥലത്തും ഓരോരോ പീസായിട്ട് മോഹിച്ചു പയ്യ കണ്ടിട്ടില്ലാതെ കേട്ടോ. ഈ പൈ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗോൾഡ് ഫുഡാണ്, റിച്ച് ഫുഡാണ്. ഇതാണ് പൈ. ഇതുപോലെ വളരെ പീസായിട്ട് അനുസരിച്ചു ഓക്കെ. പൈ കണ്ടില്ലാത്തതാണ്. ഞാൻ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. ഇതേപോലെ ഭക്ഷണം പൈ. ഓക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യ അവനടിച്ചു. ആർക്കൊണ്ട് കള്ളനെ കൊടുക്കാൻ വേണ്ടി. ദെൻ ആൻഡ് he got a fire. എന്നിട്ട് അങ്ങേക്ക് ആലോചിച്ചത് ഒരു ഉള്ളി ആൻഡ് റാൻ ഫോർ ദി മാർഷൽസ്. കുറ്റിക്കാട്ടിലേക്ക് ഓടിപ്പോയി. കാരണം അവിടെ അറിയാം കുറ്റവാളി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. People found the man waiting for him, half dead, with a cold hanger, and he ate the food in such a ravenous way that he, in spite of his terror, was quite peaceful of him, said, I am glad we were judged. Thank me by. അപ്പൊ അവരിങ്ങനെ കാത്തിരിക്കുക. കാരണം എന്തിനു വരാൻ വേണ്ടി ഈ പിപ്പിനെ കണ്ടിടനെ ഈ പിപ്പി ഭക്ഷണം കൊടുത്തു. പുള്ളി ആദ്യോടെ വിളിച്ചു. പിപ്പ് പറഞ്ഞു, I am glad we were judged. താങ്കൾ ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം, താങ്കൾ സന്തോഷിച്ചിട്ട് എനിക്ക് സന്തോഷിക്കും. അപ്പത്തേക്ക് കള്ളം പറയുക, താങ്ക് പോയി അയ്യോ എനിക്ക് സന്തോഷം, നീ എനിക്ക് ഭക്ഷണം കഴിക്കണം. കാരണം ഭക്ഷണം കഴിക്കുക ഇതാണ് കള്ളൻ ഇരിക്കുന്ന ഭക്ഷണം, ഇതാണ് കൊണ്ടുകൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കള്ളനെ മേടിച്ച് കഴിക്കുകയാണ്. ഇപ്പൊ അവിടെ കള്ളനെ അടുത്തിരുന്ന് കള്ളനെ സന്തോഷിപ്പിക്കുക. ഓക്കെ. being afraid of sloping long away from home. അപ്പം ആ കൊടുത്ത ഉള്ളി പയ്യ ഉപയോഗിച്ചിട്ടുള്ള ആ കാൽവീര്യങ്ങൾ കഴിച്ചു. ഇതൊക്കെ ഇതിപ്പോൾ അതിന് മുന്നോട്ടുണ്ടെങ്കിലില്ല. ഇപ്പൊ പേടിച്ചോടി. People passed the rest of the morning accepting every moment that he had disciplines of fire would be found out. His job was too much taken up with preparing the dinner for they were expecting visitors. ഉച്ചയാകുമ്പോഴേക്കും വിഭവസമൃദ്ധമായ ഡിന്നറുണ്ട്, ഗസ്റ്റുകൾ. അപ്പൊ ഗസ്റ്റുകൾക്ക് വേണ്ടിയാണ് സത്യത്തിൽ പൈ ഉണ്ടാക്കുന്നത്. പൈ ആരും വീട്ടിലുള്ളത് കഴിക്കാൻ വേണ്ടി പൈ ഉണ്ടാക്കാറില്ല. കാരണം നിങ്ങൾ വിചാരിക്കുമല്ല, പൈ എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര വട്ടമാണ്. ഇതിനകത്തൊരു പീസ് മുറിച്ചെടുത്താൽ ഞങ്ങളൊക്കെ അച്ഛന്മാരെ വീടുകളൊക്കെയാണ് പൈ ഉണ്ടാക്കുന്നത്. ഓൾറെഡി അച്ഛൻ വിസിറ്റിരിക്കുന്ന അച്ഛന് കൊടുക്കാൻ പൈ ഉണ്ടാക്കും. കാരണം പൈ ഒരു വിശേഷപ്പെട്ട ഒത്തിരി ചെലവേറിയ സാധനമാണ്. ഇത് നെയ്യ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് നെയ്യാണ്. അപ്പം ഒരു പൈ എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഒരു പീസ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റത്തില്ല. നമ്മൾ അതുപോലെ റിച്ച ഒരു പീസ് നമുക്ക്. അപ്പം ഗസ്റ്റ് ഒക്കെ വന്നാലാണ് പൈ ഉണ്ടാക്കുന്നത്. പൈ ഉണ്ടാക്കിയാൽ വീട്ടിലുള്ള എല്ലാവരും ഗസ്റ്റും കൂടെ ഒരു പൈ ഉണ്ടാക്കാൻ പറ്റും. അപ്പം പൈ അപ്പം നമ്മൾ ഇവിടെ ഈ കോട്ടയത്തെ നമ്മൾ സാധനങ്ങളൊന്നും അല്ല യഥാർത്ഥ പൈ. ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒന്നുമില്ല. യഥാർത്ഥ പൈ ഒന്നും കണ്ടിട്ടുള്ള കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം ഈ ജോയുടെ നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ പേടി എന്നാന്ന് ചോദിച്ചാൽ ഡിന്നർ ആകുമ്പോഴത്തേക്കിന് ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ വിഭവമായിട്ട് കൊണ്ടുവരുന്ന പയ്യാണ്. പക്ഷെ ആ പയ്യ കംപ്ലീറ്റ് എടുത്തോണ്ട് പോയി കളഞ്ഞു. അപ്പൊ പെങ്ങള്
പൈതപ്പം അവസാനിക്കാൻ പേടിച്ച് കഴിയുക. And the end of the day, the people was scared that he would be found with his sister ദേഷ്യത്തിൽ കൊള്ളാവുന്ന വിളിച്ചിട്ട് പറയും, കാരണം നിങ്ങളുടെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവസാനം കണ്ടുകൊണ്ട് കഴിക്കും. അതിനാണ് ഈ ഇന്നത് പല ഏതാണ് കോഴ്സ് 5 course meal, 3 course meal, 7 course meal എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 7 course meal എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരാണ്. 7 course meal കഴിക്കുന്നത് 7 സ്ഥലത്താണ്. അതായത് ഓരോ മുറികളും മാറുമാറുണ്ട്. ഒരു മുറി ചെല്ലുമ്പോൾ ഫ്രൂട്ട്സുകളെല്ലാം വെച്ചിരിക്കുകയാണ്, കുടിക്കാനും സൂപ്പാണ്, ആദ്യം സൂപ്പ് കുടിക്കും. അതിനുശേഷം പിന്നെ ഇതുപോലത്തെ ചോറ് പോലത്തെ റൈസുകൾ അങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്പവും കറിയും അങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ചോറും കറികളും കഴിക്കും. അത് കഴിയുമ്പോൾ ഒരു സ്ഥലത്തോട്ട് കഴിഞ്ഞാൽ സാലഡ് ഇഷ്ടംപോലെ സാലഡ് പച്ച അതൊക്കെ പൊടിപ്പൊടി കഴിക്കും. അതിനോട് പഴങ്ങൾ ഫ്രൂട്ട് സാലഡ് കഴിക്കും. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് കഴിയുമ്പോൾ ഇവർ ഐസ്ക്രീം ഡെസേർട്സ്, ആ ഐസ്ക്രീം ഡെസേർട്സ് പറയും. വീണ്ടും ഡെസേർട്സുകളുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിന് പല പല ഡെസേർട്സുകൾ. പിന്നെ ചിലർ വൈനും ഇതെല്ലാം ഓരോ ഘട്ടത്തിൽ ഓരോ സ്ഥലത്തും കഴിക്കുന്നതാണ് 5 course meal, 3 course meal, 7 course meal. നമുക്ക് അതിനുള്ള ശേഷിയില്ല. ഞാനിങ്ങനെ പറയുന്നത് പങ്കെടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കഴിയുമ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ നിങ്ങൾ യു മസ്റ്റ് ടേക്ക് എ മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ ആൻഡ് ഡിലീഷ്യസ് റിസർച്ച്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസന്റ് ഞാൻ തരാൻ പോകും. ആ പ്രസന്റ് ഞാൻ സാവറിക്കൈ എന്ന് പറഞ്ഞാൽ നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്ന കൈയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് സാധനം നെയ്യാണ്. നെയ്യിൽ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും. തിന്നാൻ നല്ല മഞ്ഞ കളർ കഴിക്കും. അത് കളർ അതിലെന്തെങ്കിലും ഫ്ലേവർ ചെയ്തതനുസരിച്ചാണ്. അപ്പോൾ പൈ തരാമെന്ന് എല്ലാവരും വിളിച്ചു. പക്ഷേ എന്നെ സംഭവിച്ചു, പയ്യോട് ഇരുന്നുള്ള കാര്യം ഇതിനാണ്. People could bear it no longer and ran for the door and ran at foremost in the party of soldiers. ഇപ്പോൾ പെട്ടെന്ന് അവിടെ വരുന്നു. പൈ എങ്ങനെ നോക്കിയാൽ പൈ കാണത്തില്ല. ടിപ്പിനെ നോക്കുമ്പോൾ വാതിലിൽ ഒരു പറ്റം സോൾജേഴ്സ് വന്നിരിക്കുന്നു. അവന്മാരെല്ലാം തലയിൽ മസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിത്തൊപ്പി എന്ന് മലയാളത്തിൽ പറയും. ഇരുമ്പ് തൊപ്പി തലയിൽ വെച്ച പട്ടാളക്കാർ. കാരണം തലയ്ക്ക് താഴെ വെച്ചാൽ ചത്ത വരികയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? കല്ലെടുത്ത് കഴിഞ്ഞാൽ അവര് മെറ്റൽ തുടങ്ങുന്ന തൊപ്പി, അതാണ് മസ്കറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ പടത്തിലാണ് മസ്കറ്റ്. ഇതിനാണ് മസ്കറ്റ് എന്ന് പറയുന്നത്. മസ്കറ്റ് വെച്ച സോൾജിയേഴ്സ് അവിടെ വരും. എന്നിട്ട് അവരെ ഒരു പെയർ ഓഫ് ഹാൻഡ് കപ്സ് ഒരു 2 ജോഡി 1-2 പേരുടെ 2 ജോഡി ഹാൻഡ് കപ്പ് വേണം. 2 ജോഡി ഹാൻഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് കപ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൈയിലെന്ന് കണ്ടോ. കുറ്റവാളി അവസ്ഥയിലുള്ള നോക്കുന്നതിന് ഓടിപ്പോയിരിക്കാൻ വേണ്ടി വിലം വെക്കത്തില്ല കൈയില. ഇത് കൊല്ലലുണ്ടാകുന്നത് ബ്ലാക്ക് സ്മിത്താണ്. അപ്പൊ പറഞ്ഞത് 2 ജോഡി കൈകൾ എളുപ്പമുണ്ടായിരുന്നു. കാരണം ബ്ലാക്ക് സ്മിത്ത് അവിടെ പോലീസ് വരാറുള്ളൂ, പട്ടാളം വരാറുള്ളൂ. പെട്ടെന്ന് ഞങ്ങൾക്ക് പോകണമെന്ന് തോന്നും. അതേ എളുപ്പം കൈയിലും ഉണ്ടാക്കാൻ പറ്റും. And they only wanted Joe to make the handcuffs for the year on the search for 2 convicts who had escaped and were hidden in the marsh. എന്നിട്ട് അതെ ഞങ്ങൾ 2 കള്ളച്ച് തപ്പിയറിയില്ല. 2 അവന്മാരും ജയിലിൽ രക്ഷപ്പെട്ട് ഈ പിന്നെ ഓഷന്റെ സൈഡിലുള്ള കുറ്റിക്കാട്ടിൽ എവിടെയോ ഒളിച്ച് അവന്മാരെ തപ്പി ഞങ്ങളുടെ അറിയില്ല. കിട്ടിയാൽ ഈ കൈവേദന കിട്ടുന്ന പോകാൻ പറ്റും. ഒന്ന് വേഗം 2 ജോഡി എന്തെങ്കിലും ഉണ്ടായിരുന്നു. അവന്മാരെ പിടിക്കാൻ പറഞ്ഞു. അവന്മാരെ പിടിച്ചിട്ട് ഈ കൈവേദന വെച്ചോട്ട് പോകുന്നു. ഇത് കേട്ടപ്പോൾ ജോ പിടിക്കാൻ തുടങ്ങി. കാരണം ഒരു കള്ളനാണ്, ചാടിപ്പോയി ഒരു കള്ളനാണ് ജോലി എടുത്ത് വന്നത്. ടിക്കറ്റ് എടുത്ത് വന്നത്. Here you are with sharp Ramon. For the convicts they escaped and even the marshes that they changed the attention to Joe, Mrs. Joe from the disappearance of the time. പെട്ടെന്ന് പോലീസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോ ശ്രദ്ധിച്ചു. അതെ താൻ ഡെസ്റ്റിന് വേണ്ടി കൊടുക്കാൻ വെച്ച പയ്യൻ അപ്രത്യക്ഷമായി. ഈ കള്ളമെടുത്തുള്ളവരായിരിക്കും. When the convicts were melted, the soldiers went off accompanied Joe and one of the visitors. Joe took tip and carried him on his back. അപ്പോൾ ഇവർ പോലീസ് പോയി കഴിഞ്ഞപ്പം ടിപ്പ് അവിടെ വന്നു. അപ്പം ടിപ്പിനോട് പറഞ്ഞു, ഐ ഹോപ്പ് ജോ വി ഷാൽ ഫൈൻഡ് ഹർ. അപ്പം ടിപ്പ് പറഞ്ഞു, ജോയോട് പറഞ്ഞു, ജോകളെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവർക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റും. ഐ വിൽ ഗിവ് എ ഷീലിംഗ് ഇഫ് ദേ കാർഡ് കാർഡ് ടൈംസ് വൺ. തീർച്ചയായിട്ടും അവന്മാരെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ഷില്ലിങ് ഞാൻ കൊടുക്കും, ഒരു നാണയം അല്ലേ വെച്ചു. But the soldiers soon caught down its miserable acquittance, and when the man looked at it, the child shook his
ഹെഡ് ടു ട്രൈ നോക്കിയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാരൻ ഈ കള്ളന്മാരെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ പിപ്പിന് അക്വിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ട്, കാരണം കള്ളം വല്ലതും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ ഭയങ്കര. പക്ഷെ കള്ളൻ ഭയങ്കര കള്ളൻ പറഞ്ഞിട്ട് നമ്മൾ soldiers who fought them and discovered evidence, but the convict without looking anyone told the sergeant. Sergeant എന്ന് പറഞ്ഞാൽ നമ്മുടെ SI, പോലീസ് SI നമ്മുടെ SI ആണ് സർജന്റ്. അപ്പൊ സർജന്റിനോട് പറഞ്ഞു സംതിങ് ടു പ്രിവെന്റ് അതർ പീപ്പിൾ ബീയിങ് അണ്ടർ സസ്പെഷൻ. ഞാൻ മറ്റാരെയും സംശയത്തിന് മുൻപായി നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടായ കാര്യം ഞാൻ പറയാവുന്ന കള്ളൻ പോലീസിനോട് പറഞ്ഞു. അതിന് ഇപ്പം പേടിച്ചിരിക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ പ്രായത്തിന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് വിറ്റിൽസ് ഭക്ഷണം പ്രത്യേകിച്ച് അപ്പത്തേക്കിന് ജോലിയോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഭാര്യ പറഞ്ഞ ഒരു പരി മോഷണം പോലെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ കടന്നു കള്ളം ശരിയാ, ഞാനാണ് നിങ്ങളുടെ വീട്ടിൽ ആ പരി എടുത്തോണ്ട് പോകുന്നത്. സ്വർണ്ണം ഇല്ല. അപ്പൊ ഇത് കേട്ടോ ജോ പറഞ്ഞു ഐ ഹാവ് ബീച്ച് യുവർ പൈ എന്ന് കള്ളം പറഞ്ഞു. സോ ദൈവം അറിയുന്നു. അപ്പൊ പിന്നീട് ജനലിന്റെ നമ്മുടെ വീട്ടിൽ വിശന്ന് വരുന്ന ഒരാൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു പൈ പിടിച്ചോണ്ട് പോകും. അത് നല്ല കാര്യമാണ്. നമുക്ക് ദൈവം അറിയും. ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലോകം. അപ്പൊ പിപ്പോ ശരിയാ God knows you are better church. കുഴപ്പമില്ല, നിങ്ങളെടുത്ത് ഞങ്ങൾക്ക് വിരോധമില്ല. ബട്ട് she will have starved to death for poor Mr. അയ്യോ ഭക്ഷണം കഴിച്ചില്ല, നിങ്ങൾ മരിച്ചു പോയില്ല, ഞങ്ങളുടെ വീട്ടിലെ പായ അടിച്ചോണ്ട് കഴിച്ചത് ജീവൻ രക്ഷിച്ച് ഞാൻ പോയി വിരോധമില്ല. ഞങ്ങൾ അതിന് വിരോധമില്ലെന്ന് ആക്സെപ്റ്റ് ചെയ്തു. then the boat പെട്ടെന്ന് ബോട്ടിനെ കളഞ്ഞുകൊണ്ട് പോലീസ് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് കുറേയേറെ വർഷങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു മണിയോടെ പണം പിപ്പിന്റെ വീട്ടിലുണ്ട്. പിപ്പിന്റെ വീട്ടിലൂടെ ആള് മണിയോടെ കഴിച്ചു. എന്തിനാ? പിപ്പിന്റെ വിദ്യാഭ്യാസത്തിന് പിപ്പ് വിടുകയായിട്ട് ചെയ്യാനായിട്ട് ഈ പണം ഉപയോഗിക്കാനായിട്ട് അടിക്കൊണ്ട് കൊടുക്കും. ആ പണം പിപ്പ് വാസ് quite low that discovered his mysterious friend was the wretched convict who had frightened him so dreadfully that he called up. അന്നത്തെ ആ ക്രിസ്മസ് രാത്രിയിൽ താൻ സഹായിച്ച കുറ്റവാളിയാണ്, താൻ പഠിച്ചു കൊടുക്കുന്ന സ്കോളർഷിപ്പ് തന്ന് തന്നെ സഹായിച്ചത് ഈ കുറ്റവാളിയാണ്. പിന്നീട് പിപ്പ് മനസ്സിലാക്കി. അന്ന് താൻ ആ കുറ്റവാളിക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിൽ കുറ്റവാളി പിന്നീട് തനിക്ക് വലിയ പ്രതിഫലം. കാരണം പിപ്പിന് പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് ചെലവും കാര്യങ്ങളെല്ലാം കുറ്റവാളി കൊടുക്കും. ആരാ കൊടുത്തതെന്ന് പിന്നെ അറിയത്തില്ല. ഇപ്പം പിന്നെ ലാസ്റ്റാണ് ഇവിടെ പാഠം തീരുന്നു. മനോഹരമായിട്ടൊരു പാട്ടാണ്. ചൂട്ടിയാണെങ്കിൽ അവൻ ചെയ്ത നല്ല കാര്യം ഒരു കള്ളനെ സഹായിച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ കള്ളൻ നിലനിർത്തപ്പെടാൻ അതുകൊണ്ടാണ് കള്ളൻ വീണ്ടും തിരിച്ച് പിപ്പിനെ സഹായിക്കുന്നത്. വളരെ ദിവസമാണ്. എല്ലാം എഴുതുക, പഠിക്കുക, ഇന്നത്തെ അനോട്ടേഷൻസ് പഠിക്കണം, ക്വസ്റ്റ്യൻസ് നോക്കണം, പരീക്ഷയ്ക്ക് വന്നാൽ ആൻസർ എഴുതണം. ഒക്കെ വിഷ് യു ഓൾ ദി ലക്ക് ഫോർ ദി എക്സാമിനേഷൻ.